ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിലെ 3 സർവീസ് മോഡൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് അല്ലെങ്കിൽ IaaS. മോഡൽ പ്രകാരം സർവേഴ്സ്, നെറ്റ്വർക്കിംഗ്, സ്റ്റോറേജ് എന്നിവയ്ക്കുള്ള ഫെസിലിറ്റീസ് യൂസേഴ്സിന് ലഭിക്കും. യൂസേഴ്സ് അതിനുവേണ്ടിയുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഫീ ക്ലൗഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നൽകിയാൽ മതി അല്ലെങ്കിൽ പേ ചെയ്താൽ മതി. അടുത്തത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് അല്ലെങ്കിൽ PaaS. ഡെവലപ്പേഴ്സിന് ആപ്ലിക്കേഷൻ നിർമ്മിക്കാനും ടെസ്റ്റ് ചെയ്യാനും അത് ഡെലിവർ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് PaaS ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ക്ലൗഡ് ആപ്ലിക്കേഷനുകൾ ബിൽഡ് ചെയ്യാനുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർസ് ക്ലൗഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നൽകുന്നതാണ്. ഗൂഗിൾ ആപ്പ് എൻജിൻ, AWSന്റെ എലാസ്റ്റിക് ബീംസ്റ്റാക്ക്, മൈക്രോസോഫ്റ്റിന്റെ അഷ്യൂർ എന്നിവയാണ് PaaSന്റെ എക്സാമ്പിൾസ്. സോഫ്റ്റ്വെയർ ആസ് സർവീസ് അല്ലെങ്കിൽ SaaS. ഈ മോഡലിൽ കസ്റ്റമേഴ്സിന് ആപ്ലിക്കേഷൻ ഇന്റർനെറ്റിലൂടെ അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സ് SaaS ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരു ഫീ നൽകിയാൽ അവരുടെ സർവീസസ് മറ്റ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാതെ ഉപയോഗിക്കാം. ഗൂഗിൾ വർക്ക്സ്പേസ്, മൈക്രോസോഫ്റ്റ് 365, സെയിൽസ്ഫോഴ്സ് എന്നിവയാണ് SaaSന്റെ എക്സാമ്പിൾസ്. കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിനെ ഫോളോ ടെക്നോ.അക്കാഡമി.